നമസ്കാരം. വയറ്റിൽ കത്രികയുമായി വേദന തിന്ന് 5 വർഷം ജീവിച്ച ഉഷ ജോസഫിന് ഒടുവിൽ വേദനയിൽ നിന്ന് ആശ്വാസം ലഭിച്ചു. അമൃത ഹോസ്പിറ്റലിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ 5 വർഷം മുൻപ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് അവരുടെ വയറ്റിൽ നിക്ഷേപിച്ച കത്രിക പുറത്തെടുത്തു. ഇരിക്കാൻ പോലും പറ്റാതെ മരണവേദന അനുഭവിച്ച അവർ മൂത്രം പോലും പിടിച്ചു വയ്ക്കാൻ കഴിയാതെ ഡയപ്പർ കെട്ടിക്കൊണ്ട് തൊഴിലുറപ്പിന് പോകേണ്ട ദാരുണാവസ്ഥ. വെന്റിലേറ്ററിലായ ആരോഗ്യ കേരളത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ഈ ദൈന്യജീവിതത്തെ പരിഹാസം കലർത്തി ലളിതാംബിക ഡാക്ടർ 50 വർഷം കത്രിക അകത്ത് കിടന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് ഒരു ലജ്ജയുമില്ലാതെ പൊതുയിടത്തിൽ വന്ന് വിളമ്പി. ജനം ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ്. ഇതാണോ രാജാവും ആസ്ഥാന വിദൂഷക സംഘവും കൊട്ടിഘോഷിച്ച അമേരിക്കയെ കവച്ച ആരോഗ്യ കേരളം? ഏതായാലും പീഡന അളവ് കമ്മീഷൻ ചെയർമാൻ ബാലന് തള്ളലുമായി വന്നില്ല. അതായത് ഈ ഒടിഞ്ഞ കത്രിക മ്യൂസിയത്തിൽ വെച്ചാൽ ലക്ഷങ്ങൾ വരുമാനം വരുമെന്ന തള്ളൽ. എത്രയെത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ, നൂറുകണക്കിന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അടിക്കടി ഇതുണ്ടായിട്ടും ആടി ഉലയാത്ത കപ്പലിലെ ആരോഗ്യ മന്ത്രിണി മൊത്തം കലിപ്പ് തീർക്കുന്നത് ഇതെല്ലാം ജനങ്ങളോട് വിളിച്ചു പറയുന്ന മാധ്യമങ്ങളോടാണ്. കുറുവ സംഘത്തെ പരമാവധി വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ചില മാധ്യമ ശിങ്കങ്ങളുമുണ്ട്. മരം കൊള്ളക്കാരൻ ടീമും മറ്റും പരമാവധി വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ 12 കോടി ജനങ്ങൾ വരുന്നെന്നാണ്. ആകപ്പാടെ കേരളത്തിലെ ജനസംഖ്യ 3,60,00,000. ജനങ്ങളുടെ നികുതി പണം ശമ്പളമായും അലവൻസുകളായും കമ്മീഷനുകളായും ചോർത്തുന്ന ഇവർക്ക് യഥാർത്ഥ യജമാനന്മാരായ പൊതുജനത്തോട് പുച്ഛവും പരിഹാസവും മാത്രം. വയനാട്ടിൽ ഒരു കുടുംബത്തിൻ്റെ മൊത്തം അത്താണിയാണ് സിസ്റ്റത്തിൻ്റെ തകരാറ് മൂലം ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറിയത്. വെരിക്കോസ് വെയിനിൻ്റെ ഓപ്പറേഷന് വയനാട്ടിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ യുവാവിന് നഷ്ടമായത് ഒരു കാലിൻ്റെ ചലനശേഷിയും അതുവഴി ജീവിതവുമാണ്. വീണ്ടും ചലനശേഷി തിരിച്ചു കിട്ടാൻ നിരവധി ഓപ്പറേഷനുകൾ, വെല്ലൂരിലും സർജറി നടത്തി ലക്ഷങ്ങൾ കടം കയറിയതു മാത്രം മിച്ചം. PSC വഴി കിട്ടിയ ജോലിയും നിഷേധിക്കപ്പെട്ടു. കാരണം കാലിന് ചലനശേഷി ഇല്ലെന്ന ന്യായീകരണം. ആരാണിതിന് ഉത്തരവാദി? ഇനിയും എത്രയോ ഇരകൾ. വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന, തിരുവനന്തപുരത്ത് വയർ കുടുങ്ങിയ യുവതി, പാലക്കാട്ടെ വലത് കൈ മുറിച്ചു മാറ്റപ്പെട്ട കുട്ടി, മതിയായ ചികിത്സ കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തറയിൽ കിടന്ന് മരിക്കേണ്ടി വന്ന ചവറ സ്വദേശി. അങ്ങനെ എത്രയെത്ര ദുരിത ജന്മങ്ങൾ. ഇതുപോലൊരു നെറുകെട്ട ഭരണകൂടം ഇതിനു മുൻപുണ്ടായിട്ടുണ്ടോ? അറിയില്ല. വെറും PR ഗമിക്കുമായി കാലക്ഷേപം കഴിക്കുന്ന സർക്കാർ. എല്ലാ സർക്കാർ വണ്ടികളിലും എഴുതി നാറ്റിച്ചു വെച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക് മാതൃകയായ ആരോഗ്യ കേരളം. ഇതിൽ എത്ര വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് വിശദീകരിക്കണം. ഈ PR തള്ളലിനു ചിലവാക്കുന്ന പണത്തിൻ്റെ 50% ആശുപത്രി വികസനത്തിന് 10 ബെഡ് വാങ്ങാനോ അല്ലെങ്കിൽ മരുന്നും അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാനോ വിനിയോഗിച്ചിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടേനെ. ഈ രാജാവും പരിവാരങ്ങളും ഒക്കെ അവർ ഗംഭീരമായിട്ട് ഈ തെമ്മാടി രാഷ്ട്രത്തിലൊക്കെ പോയി അവിടെ ഏറ്റവും മികച്ച ചികിത്സ നേടി അവരുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി എല്ലാം സഹിക്കാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെയൊക്കെ തള്ളലും ജനങ്ങളോടുള്ള പുച്ഛം കലർന്ന പെരുമാറ്റവും അതൊക്കെ കേൾക്കേണ്ടത് തന്നെയാണ്. മറ്റതും അതേപോലെ തന്നെയാണ്. 2 സംഭവം ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താ? അല്ല, ഞാൻ പറയുന്നതല്ല, ഞാൻ ചോദിക്കുന്നതല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പോലെ ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി, മിനിഞ്ഞാന്നുണ്ടായി, അങ്ങനെയാ? ഒറ്റപ്പെട്ട സംഭവം, വളരെ വളരെ ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ തന്നെയാണ്, അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾക്ക് വെറുതെ ആവശ്യമില്ല അത് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയല്ലേ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, ഈ മനുഷ്യൻ്റെ അസഹിഷ്ണുത, പുച്ഛം, വെറുപ്പ് മൂന്നാമതും ഊഴം ചോദിച്ച് നടക്കുകയാണ്. പരമാവധി ഒന്നുകിൽ ഈ സർക്കാരിനെ പരമാവധി തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, മര്യാദയുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ സഹിച്ചാൽ മതി എന്നുള്ള ഭാവം ഇവരാണ്. 2 മാസം ഇപ്പോൾ ആശുപത്രി അധികൃതരോട് പറയുകയാണ്, 2 മാസത്തേക്കെങ്കിലും ഇതൊന്നും കേൾപ്പിക്കാൻ
ഇടവരുത്തരുതേ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ ജനം ചിന്തിച്ചുറപ്പിക്കേണ്ട സമയം അതിക്രമിക്കുകയാണ്. ഇവരുടെയൊക്കെ ബന്ധുക്കൾക്ക്, ഈ പറയുന്ന ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെയോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെയൊക്കെ പ്രതികരണം എങ്ങനെ ആവുമായിരുന്നു? ഇവരൊക്കെ ഇവരുടെ അടിമകളെ കൊണ്ട് തന്നെ ആ സ്ഥാപനം തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് സാധാരണ ജനങ്ങൾ, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല എന്ന അവസ്ഥ തന്നെയാണ്. ഇങ്ങനെ എത്രയോ ദൈനജന്മങ്ങൾ. ഇവരുടെ മന്ത്രിമാർ, ഈ മന്ത്രിസഭയിലെ ഒരു പ്രമുഖ മന്ത്രിയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവൻ രക്ഷിച്ചത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയെന്നാണ് പറഞ്ഞത്. ഇവരൊന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകത്തില്ല. എന്നിട്ട് ഓടിക്കാർ അവിടെ ക്യൂ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നാളെ അവർക്കും അറിയാം ഉപകരണങ്ങൾ വല്ലതും അകത്തായാലോ. അപ്പോൾ ഇത്രമാത്രം ഇരട്ടത്താപ്പ് കൊണ്ട് നടക്കുകയും തള്ളലുകൾ കൊണ്ട് മാത്രം നിരന്തരമായി നടക്കുന്ന മറ്റൊരു സർക്കാർ ഉണ്ടോ? ഇവർ തന്നെ പറയുന്നു ദുരുദ്ദേശമാണ്, ഗൂഢാലോചന എനിക്കെതിരെ നടത്തുന്നു, അസൂയയാണ്, സർക്കാരിനെതിരെയുള്ള മാധ്യമങ്ങളുടെ ഗൂഢാലോചന, എന്തെല്ലാം കേൾക്കണം. കഴിഞ്ഞ കുറേ കാലത്തെ ഈ മന്ത്രിമാരുടെ ചികിത്സാ ലിസ്റ്റൊക്കെ ഒന്ന് എടുത്തു നോക്കിയേ. അത്ഭുതപ്പെടുത്തുന്നതാണ്, ഞെട്ടിപ്പിക്കുന്നതുമാണ്. 77 ലക്ഷം, 86 ലക്ഷം, ഈവൻ വൈദ്യുത മന്ത്രിക്ക് പോലും ഉണ്ട് കുറേ ലക്ഷങ്ങൾ. അപ്പോൾ ഇവർക്കൊരു നല്ല ഇൻഷുറൻസ് പോളിസി എടുത്തുകൂടെ? ജനങ്ങളുടെ തലയിലോട്ട് ഈ ഖജനാവ് ചോർത്തുന്നത് എന്താണ്? അപ്പോൾ ഇവരുടെ എല്ലാ അവസ്ഥ, സാധാരണ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇവർക്കും ചികിത്സ ഉറപ്പുവരുത്തുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികൾ മികച്ച നിലവാരത്തിലാവും. പകരം ഇവർക്കെല്ലാം എത്ര ലക്ഷങ്ങൾക്കും എവിടെ പോയും ചികിത്സിക്കുന്ന ഒരവസ്ഥ സംജാതമാവുന്നത് കൊണ്ട് തന്നെയാണ് നാട്ടുകാർക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള ഇവരുടെ ധാർഷ്ട്യവും ഹുങ്കും. കരിവാരിത്തേക്കാൻ ഇനി എന്താണ്? ടാർ വീപ്പയിൽ കിടക്കുന്ന ഒരു സർക്കാരിനെ ആർക്ക് കരിവാരിത്തേക്കാനാണ്?